സാറ എന്തിനാ വന്നത്? ജാസ്മിന് അത്ര ചെയ്തപ്പോ നിങ്ങൾ നാവൊന്നും പൊന്തിയില്ലായിരുന്നു. എനിക്കറിയാം എല്ലാവരും സ്നേഹം ഫേക്കാ. അതിപ്പോ എബിന്റെ ആയതിന് ശരി വേറെ ആയതായാലും ശരി എനിക്കെല്ലാം മനസ്സിലായി. സോറി സാറ, എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്ത് പറഞ്ഞാലും ജാസ്മിനോട് കേൾക്കാൻ പോകുന്നില്ല. പിന്നെന്തിനാ? പിന്നെ ജാസ്മിന്റെ സ്വഭാവം നിനക്കറിയില്ലേ, അവൾ അങ്ങനെയാ. കൈവിട്. എന്താടോ? എബിൻ ശരി, നിനക്ക് ആ ബുക്ക് വേണം, അതല്ലേ നിന്റെ പ്രശ്നം? പിന്നെ ഇത്ര നേരമായിട്ട് നീ അവിടെ എന്ത് കണ്ടിരിക്കായിരുന്നു? ബുക്ക് ഞാൻ തന്നാ പോരെ? എങ്ങനെ പറ. അതിനൊക്കെ ഒരു വഴിയുണ്ട്, നീ പേടിക്കണ്ട. ഞാൻ സത്യം പറയല്ലോ, ഞാൻ അവള് നിന്റെ കാട് തുടക്കുന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും ഈ ബുക്ക് കൊടുക്കുന്നതാവും കുറച്ചും കൂടി നല്ലത്. കാരണം അവൾ ഈ സ്കൂളിൽ നിന്നെങ്ങാനും ആ ബുക്ക് കൊടുത്തില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കൂല, പക്ഷെ അവളെ പുറത്താക്കും. കാരണം അവളോട് ഭയങ്കര ദേഷ്യ പ്രിൻസിപ്പലിനും ശ്രീജ മിസ്സിനൊക്കെ. അവൾ പോയാല് ഉപദ്രവിക്കാൻ ആരുണ്ടാവില്ല നമുക്ക്. നീ പേടിക്കണം മോളെ, അതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റും കൂടി ഇങ്ങനെ പോട്ടെ, അത് കഴിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് നേരം കൂടി അവളെ വട്ടക്കറക്കാനേ. ഇതെന്താ കയറോ? അതെ, എന്തായാലും ജാസ്മിന ബുക്കും പിടിച്ചോണ്ട് ഈ ക്ലാസ്സിലോട്ട് വരും. നമുക്ക് ഈ കയറ് പിടിച്ചിരിക്കാം. അങ്ങനെ അവള് അതിൽ വീണിട്ട് നമുക്ക് ആ ബുക്ക് ക്യാച്ച് ചെയ്യാം. ഇതൊക്കെ നടക്കുവോ? എന്റെ പൊന്ന് സാറാ, തുടങ്ങിയില്ല അപ്പോഴേക്ക് ചോദിക്കൽ തുടങ്ങി. നടക്കോ ഇല്ലയോ എന്നൊക്കെ ട്രൈ ചെയ്യാന്നേ. ട്രൈ ചെയ്താലല്ലേ മനസ്സിലാവൂ ഇതൊക്കെ നടക്കുമെന്ന്. ശരി. ഞങ്ങള് ജാസ്മിൻക്ക് പണി കൊടുക്കാൻ വേണ്ടിട്ട് നിൽക്കുമായിരുന്നു. അതൊക്കെ വലിയ സംഭവം, പറയാൻ നേരമില്ല, ടൈമില്ല. പ്ലീസ് ഞങ്ങളിരുന്ന് ചെയ്തോട്ടെ. അതൊക്കെയുണ്ട്. ആ, ഒരു ഐഡിയ ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യാ, ഒരു പറന്നു വരുന്ന ബുക്ക് നീ പിടിക്കണം. പുസ്തകം മഴൊന്നും പെയ്യുന്നില്ല, ഇനി നീ പേപ്പിക്കണ്ട. ഞാൻ അതല്ല പറഞ്ഞത്. ഇവിടെ ജാസ്മിന്റെ കയ്യിൽ നിന്ന് ഒരു ബുക്ക് അങ്ങ് വീഴും, നീ അത് എടുക്കണം. ഇതിപ്പോ പറയാൻ നേരമില്ല, ഒന്ന് മാറി നിൽക്കവിടെ. നീ ആ ബുക്ക് പിടിക്കണം. എനിക്കറിയില്ല, കളർ എന്താ? ബ്ലൂ കളറ്. ഞാനെന്തല്ല ഏത് കഷ്ടപ്പെട്ട ബുക്കായിരുന്നു അത്, പക്ഷേ അത് ജാസ്മിൻ എടുത്തു. എനിക്ക് ആ ബുക്ക് 2 മണിനുള്ളിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇവിടെ. ഓളാൾ കൊള്ളാലോ. ഞാനെന്തായാലും ബുക്ക് കഴിയുന്നത് ഞാൻ പിടിക്കാൻ ശ്രമിക്കൂ. ഓക്കേ ഫിദ, ഇത് പിടി. ബെല്ലടിക്കാൻ സമയമായല്ലോ, ഇവളെപ്പോഴാ വരിക? 2 മണി ശേഷം വന്നാലേ എനിക്ക് ആ ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റൂല. ഈ പേടിക്കേണ്ട സാറാ, അവൾ എന്തായാലും വരായിരിക്കും. വന്നാ മതി. ആരോ വരുന്നുണ്ട്. അത് അപ്പുറത്തെ ക്ലാസ്സിലെ ടീച്ചറാ. ഷോ, എന്നാ വാ ക്ലാസ് കയറാം. ബുക്ക് ടിൻറ്റുടെ കയ്യിലാണ്. വരുന്നുണ്ട്. ബെല്ലടിക്കാൻ 3 മിനിറ്റേ ഉള്ളൂ. അതെ അതെ. ഫിദ, നീ അത് പിടിക്കണം. എമിലിയാനെ മാറ്റുന്നതിലേക്ക് ഓർത്തിട്ട് പിടിക്കണം. അയ്യോ, യെസ്. അയ്യോ, എന്റെ കാല്. പെട്ടെന്ന് അവിടെ പോയി കൊണ്ടു കൊടുത്തു വാ. ശരി. ഒന്ന് പോടി അവിടുന്ന്, ഞമ്മള് നല്ല ഓടാൻ പോവപ്പോ. ഇത് ജാസ്മിനെ ടിൻറ്റിനെ മാനേജ് ചെയ്യ്. ഞാനിവിടെ ടീച്ചർക്ക് ബുക്ക് കൊടുത്തിട്ട് വരാം. സൂപ്പർ ജാസ്മിനോട് അവരൊക്കെ കളി കാണിച്ചു തരുന്നുണ്ട്. ഞാന് പോക്കവള് പോയത്. ചോദിക്കൂ സാറ, നിന്നോടൊക്കെ ഞാൻ ചോദിച്ചിട്ട് അടങ്ങൂ. നീ അതിനാദ്യം അവിടുത്തെ എണിക്കാൻ നോക്ക, എന്നിട്ട് മതി ചോദിക്കലും പറയലൊക്കെ. നീ കൂടി. അയ്യോ, താങ്ക് യു എബിൻ, താങ്ക് യു സോ മച്ച്. മതി. ഇതിനു മുന്നേ നീ എന്നോട് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. സോറി, അതൊക്കെ വിട്ടുകളാ.
തീയെ കണയട്ടെ. കൂടുതൽ അങ്ങ് ഓവറാവല്ലേ? നീ വലിയ ആളല്ലല്ലോ. നീ എത്ര ധൈര്യമായിട്ടാ എന്റെ ഫ്രണ്ടിനെ ഇങ്ങനെ വീഴ്ത്താൻ തോന്നിയത്? ചോദിക്ക് ജാസ്മിൻ, എനിക്ക് കാല് വേദന എടുക്കുന്നു. എബിനും സാറും ചേർന്നിട്ട് ഇതൊക്കെ ചെയ്തത്. ചോദിക്ക്, ഇവർക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കണം. എന്തെങ്കിലും വലിയ പണിനെ. ടിന്റു, നീ വിഷമിക്കണ്ട, ഉറപ്പായിട്ടും കൊടുക്കൂ. എബിനെ ഞാൻ കുറ്റം പറയില്ല. ഒക്കെ ഇവളെ വഷളാക്കുന്നേ എബിനെ. നീ കാണാ എബിക്ക് ഈ സ്വഭാവം കിട്ടിയത്. ജാസ്മിൻ, അവളെ കുറ്റം പറയണ്ട. ഈ ഐഡിയ ഞാനാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇവള് ബുക്ക് തരണമെന്ന് പറഞ്ഞോണ്ടായിരിക്കും ഈ ഐഡിയ ഉപയോഗിച്ചത്. അപ്പോ അവള് ബുക്ക് തരണം പറഞ്ഞോണ്ടല്ലേ? അപ്പൊ അവളെന്നല്ലേ കാരണം? എന്ത് ചെയ്താലും സാർ തന്നെയാണ് കാരണം. നീ ഇപ്പൊ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുലുക്കം ഉണ്ടാകാൻ പോണില്ല. നീ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പറഞ്ഞോ, എനിക്ക് നോ പ്രോബ്ലം. എന്റെ പൊന്നും മോൾ സാറാ, എനിക്ക് ഡയലോഗ് കൊടുത്ത ശീലമില്ല, കാണിച്ചു കൊടുത്ത ശീലം. കാണിച്ചു കൊടുത്തതിന്റെ റിസൾട്ട് ആയിരിക്കും ഇവിടെ കാണുന്നതല്ലേ, ഈ നിലത്ത് കാണുന്നത്. ഏതൊരു പോലീസുകാരൻ തെറ്റു പറ്റൂടി എന്ന് വിചാരിച്ചിട്ട് കുറെ തെറ്റ് പറ്റുമോ? അല്ല, പോലീസുകാർക്ക് പറ്റൂ. നീ ആരടി? നീ പോലീസോ? വെറുതെ അവർക്ക് നാണക്കേട് ഉണ്ടാക്കരുത്. എടി പിന്നെ, മറ്റുള്ളവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഓരോ പ്ലാൻ ഉണ്ടാക്കുന്നതിന് പകരം സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യ. അതെങ്ങനെ നിനക്ക് ബുക്കിനെടുത്ത് മാത്രമല്ലേ, അല്ലാതെ പുറം ലോകത്ത് എന്തൊക്കെ സംഭവിക്കണമെന്ന് ഒരു കൂന്തും നിനക്ക് അറിയില്ല. ബുക്കിനുള്ളിൽ മാത്രമല്ലേ അറിയുള്ളൂ, പുറത്തെന്താ ഉള്ളതെന്ന് അറിയില്ലല്ലോ. നിനക്കെന്താ? നിനക്ക് അതറിയില്ലല്ലോ ബുക്കിന്റെ അടുത്ത്, പിന്നെ എന്തിനാ കൊണ അടിക്കണേ? സൂപ്പർ സൂപ്പർ ജാസ്മിനെ പറയുന്നേ കാണിച്ചു തരുന്നുണ്ട്. ബട്ടേബിനെ, നീ പേടിക്കണ്ട, നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവൂല. ഞാനതിന് വലിയ പറഞ്ഞോ, എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ വലിയതാണെന്ന്. നിനക്ക് സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യൂല. മതി 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 മതി, കേട്ട് കേട്ട് മടുത്തു. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കേൾക്കുന്ന ഇഷ്ടമല്ല. എന്റെ പൊന്ന് സാറാ, ഏബിനെ ഞാൻ സംസാരിക്കാൻ കാരണം നീ തന്നെയാണ്. ഉഗ്രം പണി വരുന്നുണ്ട് കേട്ടോ, ഒന്ന് സൂക്ഷിച്ചോ. ഇതുവരെയായിട്ടും സാറ സബ്മിറ്റ് ചെയ്തിട്ടില്ല ബുക്ക്. മിക്കവാറും അവള് മുഴുവൻ എഴുതിയിട്ടുണ്ടാവൂല. എന്തായാലും പ്രിൻസിപ്പൾക്ക് ഒരുപാട് സന്തോഷാവും. മിസ്സേ, മിസ്സേ, ഇതാ ബുക്ക്. ആരെ ബുക്ക്? എന്തുവാ? ഞാൻ നിന്നോട് ബുക്ക് ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ ആരതാ? ഐഷ്, ഇത് സാറിന്റെ ആണേ. ഇപ്പൊ ഭയങ്കര ബിസിയില്ല, അതുകൊണ്ട് പെട്ടെന്ന് തരാൻ പറഞ്ഞു. മിസ്സേ, പെട്ടെന്ന് വാങ്ങിക്കൂ, പെട്ടെന്ന് ശരിയാക്കിക്കൂ, പെട്ടെന്ന് തന്നോ. സാറയുടെ ബുക്കോ? ഇപ്പൊ സാറിയുടെ ബുക്കും അറിയില്ലേ? സാറിയുടെ ബുക്ക് ഉച്ചക്ക് മുന്നേ വെക്കാൻ പറഞ്ഞതല്ലേ, അതായത് 2 മണിക്ക് മുന്നേ. ഈ പെണ്ണ്, എന്റെ ദൈവമേ, ഇവളങ്ങനെ എഴുതി തീർന്നു. ഓ, എനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അതിന് 2 മണി ആയല്ലോ, ഇപ്പൊ വെച്ചിട്ട് എന്താ കാര്യം? മിസ്സേ, ഇപ്പൊ ബെല്ലടിക്കുന്നുണ്ട് മിസ്സേ. 2 മണിന്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇത് ടീച്ചർ മേടിക്കാതെ എന്റെ കുഴപ്പമില്ല. ടീച്ചർ മേടിക്കേ, മേടിക്കണേ ടീച്ചറെ, മേടിക്കാ. ശരി, എന്നാ ശരി, നമ്മള് പോയിട്ടോ. ഇനി പുസ്തകത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് കേട്ടോ. കൃത്യസമയത്ത് ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കില്ല. ഒരാൾക്കും ഇത്ര പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട് 3 ചാപ്റ്റർ ഫുൾ ആക്കാൻ പറ്റൂല. ഇമ്പോസിബിൾ ആണ്. ഇത് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എഴുതി കൊടുത്ത് കാണും. ഹാൻഡ് റൈറ്റിംഗ് വളരെയധികം ഡിഫറെന്റ് ഉണ്ടാവും. ഓരോ പേജിലും ഓരോ ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. പോസിബിൾ അല്ല ഈ കാര്യങ്ങളൊന്നും. അപ്പൊ മിസ്സിന് എന്നെ അറിയാം, ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒറ്റ രാത്രിയാണ് 3 ചാപ്റ്റർ ഫുൾ ആക്കാൻ പറ്റൂലെന്ന്. പിന്നെ എന്ത് കുന്തത്തിനാ ആരൊക്കെയാ ഈ പണി കൊടുത്തത്? വളരെ മോശം. എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞാനൊരു ടീച്ചറാ, എനിക്കറിയാം എന്ത് ചെയ്യണേ എന്ത് ചെയ്യണ്ടെന്ന്. എന്താണ് മിസ് ഈ പറയുന്നത്? ചോദിച്ചതിനല്ല ഉത്തരം തരുന്നത്. ഇത് ഇമ്പോസിബിൾ ആണ് ടീച്ചർക്ക് അറിഞ്ഞിട്ട് പോലും ടീച്ചർ അവൾക്ക് എഴുതാൻ കൊടുത്തു. എന്നിട്ട് അവളത് കഷ്ടപ്പെട്ട് ഓർക്കൊഴിച്ച് എഴുതി. അത് കാണിച്ചപ്പോ പറയണ ഇമ്പോസിബിളുടെ കാര്യം എങ്ങനെ പോസിബിൾ ആവുന്ന? മിസ്സിനെ എങ്ങനെയെങ്കിലും അവളെ ഉപദ്രവിക്കണം, അതങ്ങ് പറഞ്ഞാ പോരെ? അത് തന്നെയാ. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ കറക്റ്റ് ആയിട്ട് നോട്ട്ബുക്ക്. എങ്ങനെ ഒരു തുള്ളി അക്ഷര തെറ്റോ അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് വളരെ ഡിഫറെന്റ് ഉണ്ടെങ്കിൽ എന്നെ താന് സ്വരൂപം കാണുന്ന സാറയോട് പറഞ്ഞേക്ക്. അതവളോട് പറയേണ്ട ആവശ്യമില്ല, അവൾക്ക് പറയാൻ അറിയും. എന്താ ശിവ ടീച്ചറെ, ടീച്ചറെ ക്ലാസ്സിലെ കുട്ടികൾക്ക് നല്ല നാവിന് നീട്ടം നല്ല ഉണ്ടല്ലോ, അതൊന്ന് കുറച്ച നന്നായിരിക്കും. എന്താ പറ്റി ശ്രീജി മിസ്സേ? എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല ഫിദേ, ബെല്ലടിച്ചല്ലോ, നീ എന്റെ ക്ലാസ്സിൽ പോവാത്തെ? അതല്ല, നോട്ട് വെക്കാൻ പറഞ്ഞു, അത് വെക്കാൻ വന്നതാ. നോട്ടല്ലേ, അല്ലാതെ ലോറിയിൽ കയറ്റിട്ടുള്ള ചാക്കൊന്നല്ലോ. കഴിഞ്ഞിട്ടില്ല ഇതുവരെ? ഒക്കെ കഴിഞ്ഞു. എന്നാ പോവാൻ നോക്ക്. ഞാനിപ്പോ പ്രസന്റ് എടുക്കാൻ വരൂ. ഓക്കെ മിസ്, ഇത് പോകുന്നു. എന്തൊരു കഷ്ടം ഇത്. ഇവർക്ക് വല്ല മാന്ത്രിക ശക്തി ഉണ്ടോ ഈ സാറിക്ക്? ഇതുകൊണ്ടൊന്നും ഞാൻ അടങ്ങൂല. ഞാൻ എങ്ങനെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണെങ്കിലും പോലും ഞാൻ അവളെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കും. ഞാന്